നമസ്കാരം. സാങ്കേതിക തകരാറിനെ തുടർന്ന് ഇന്നലെ മാറ്റിവെച്ച പ്രോബ 3 ബഹിരാകാശ പേടകം ഇന്ന് വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സ്റ്റേഷനിൽ വൈകുന്നേരം 4:04 വിക്ഷേപണം. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ പ്രോബ 3 ദൗത്യത്തിൽ 2 ഉപഗ്രഹങ്ങളാണുള്ളത്. സൂര്യന്റെ കൊറോണയെക്കുറിച്ചുള്ള പഠനമാണ് ലക്ഷ്യം. ബുധനാഴ്ച നടത്താനിരുന്ന വിക്ഷേപണം സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് വ്യാഴാഴ്ചയിലേക്ക് മാറ്റിവെക്കുകയായിരുന്നു. ഇന്നലെ നടക്കേണ്ടിയിരുന്ന വിക്ഷേപണം കൗണ്ട് ഡൗൺ അവസാനിക്കാൻ 43 മിനിറ്റും 50 സെക്കൻഡും ബാക്കി നിൽക്കവെയാണ് മാറ്റിവെച്ചത്. ISROയുടെ കൊമേഴ്സ്യൽ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും സഹകരിച്ചാണ് പ്രോബ 3 ദൗത്യം നയിക്കുന്നത്. ESA നിർമ്മിച്ച കൊറോണഗ്രാഫ് ഒക്യുൾട്ടർ എന്നീ ഒരു ജോഡി പേടകങ്ങളെ ISRO ഒരൊറ്റ വിക്ഷേപണ വാഹനത്തിൽ ബഹിരാകാശത്തേക്ക് അയക്കുന്ന പ്രത്യേക ദൗത്യമാണ് പ്രോബ 3. ഇസ്രോയുടെ മറ്റ് ദൗത്യങ്ങൾക്കൊന്നുമില്ലാത്ത ചില പ്രത്യേകതകളും ഇതിനുണ്ട്. സൂര്യന്റെ അന്തരീക്ഷത്തിലെ ഏറ്റവും പുറമെയുള്ളതും ചൂടേറിയതുമായ പ്രഭാവലയത്തെക്കുറിച്ച്, അതായത് കൊറോണയെക്കുറിച്ച് പഠിക്കാനുള്ള ദൗത്യമാണ് പ്രോബ 3. പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ C-59 റോക്കറ്റിലാണ് ദൗത്യം വിക്ഷേപിച്ചത്. യൂറോപ്യൻ സ്പേസ് ഏജൻസി നടത്തുന്ന ഇൻ ഓർബിറ്റ് ഡെമോൺസ്ട്രേഷൻ ദൗത്യമാണിത്. 2001 ശേഷം യൂറോപ്യൻ സ്പേസ് ഏജൻസിക്ക് വേണ്ടി നടത്തുന്ന ആദ്യ വിക്ഷേപണമാണിത്. 580 കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹങ്ങളെ 60,000 കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിലാണ് എത്തിക്കുക. സൂര്യന്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും ബാഹ്യഭാഗത്തുള്ളതും ചൂടേറിയതുമായ കൊറോണയെക്കുറിച്ച് പഠിക്കുകയാണ് പ്രോബ 3യിലെ 2 കൃത്രിമ ഉപഗ്രഹങ്ങളുടെ ലക്ഷ്യം. നിശ്ചിത ഉയരത്തിൽ ഒരു പേടകത്തിന് മുന്നിൽ മറ്റൊരു പേടകം വരുന്ന തരത്തിൽ പ്രത്യേകമായി വിന്യസിക്കപ്പെടുന്ന കൊറോണഗ്രാഫും ഒക്യുൾട്ടറും ബഹിരാകാശത്ത് കൃത്രിമമായി സൂര്യഗ്രഹണം സൃഷ്ടിക്കും. ലോകത്തിലെ ആദ്യത്തെ പ്രിസിഷൻ ഫോർമേഷൻ ഫ്ലൈയിങ് ദൗത്യമാണ് പ്രോബ 3 എന്നതാണ് ഏറ്റവും വലിയ സവിശേഷത. കൃത്രിമമായി സൂര്യഗ്രഹണം സൃഷ്ടിച്ച് സൂര്യന്റെ പ്രഭാവലയത്തെക്കുറിച്ച് പഠിക്കുന്ന വിധത്തിലാണ് ദൗത്യം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഏകദേശം 1680 കോടി രൂപ ചെലവുള്ള ദൗത്യത്തിന് 2 വർഷമാണ് കാലാവധി. ഭൂമിയിൽ നിന്ന് കുറഞ്ഞ അകലം 600 കിലോമീറ്ററും കൂടിയ അകലം 60,530 കിലോമീറ്ററുമുള്ള ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലാണ് പേടകങ്ങൾ എത്തിക്കുന്നത്. ISRO 2001 വിക്ഷേപിച്ച പ്രോബ 1, 2009 വിക്ഷേപിച്ച പ്രോബ 2 എന്നിവയുടെ തുടർ ദൗത്യമാണ് പ്രോബ 3. ISROയുടെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ഏറ്റെടുത്ത് നടത്തുന്ന വാണിജ്യ വിക്ഷേപണമാണിത്.